നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഓയിൽ ഇന്ത്യ ഈസ് എ ബൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ഹൈ ഒക്ടെയിൻ പെട്രോൾ. എ പീരിയോഡിക് ഇൻവെൻറ്ററി ഓഫ് പെട്രോൾ ഓൺ ഹാൻഡ് ഇസ് ടേക്കൺ വെൻ ദ ബുക്സ് ആർ ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്. ദ ഫോളോയിങ് സമ്മറി ഓഫ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫോർ ദ മന്ത് ഓഫ് ജൂൺ. ജൂണിലുള്ള ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. സെയിൽസ് ഫിഗർ തന്നിട്ടുണ്ട്, ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ജൂൺ 1 ജൂൺ 30 നടത്തിയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? കമ്പ്യൂട്ട് ദ ഫോളോയിങ് ഡാറ്റ. എന്തൊക്കെയാണ്? വാല്യൂ ഓഫ് ഇൻവെൻറ്ററി, എമൗണ്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് മൂന്നും ഈ ജൂൺ മാസത്തിലുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം അണ്ടർ ഫിഫോ മെത്തേഡ് ആൻഡ് ലിഫോ മെത്തേഡ്. അപ്പോൾ ഫിഫോ മെത്തേഡിലും ലിഫോ മെത്തേഡ് പ്രകാരം വാല്യൂ ഓഫ് ഇൻവെൻറ്ററി എത്രയാണ് വരിക, എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് വരിക, പ്രോഫിറ്റ് ഓർ ലോസ് എത്രയാണ് വരിക, ഇത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തത് വാല്യൂ ഓഫ് ഇൻവെൻറ്ററി. എങ്ങനെയാണ് വാല്യൂ ഓഫ് ഇൻവെൻറ്ററി കാണുന്നത്? ആദ്യത്തെ കേസിൽ ആദ്യം നമുക്ക് ഫിഫോ മെത്തേഡ് പ്രകാരം ചെയ്യാം. ഫിഫോ മെത്തേഡിൽ നമുക്കറിയാം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. എന്ന് വെച്ചാൽ ആദ്യം വന്ന മെറ്റീരിയൽസ് ആയിരിക്കും ആദ്യം പോവുക. അപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh ഉണ്ട്, 3 രൂപ വെച്ചിട്ട് 3 lakh ആണുള്ളത്. ജൂൺ 1 പർച്ചേസ് നടത്തി 2 lakh ആണ്, 2.85 ആണ്. ജൂൺ 30 പർച്ചേസ് നടത്തി 1 lakh ആണ്, 3.303 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 1,30,000 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടില്ലാത്തൊരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇഷ്യൂ എത്ര ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇഷ്യൂ എത്ര ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ആ ഇഷ്യൂ എത്ര രൂപയ്ക്കാണ് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കാം. നമുക്ക് ഫിഫോ മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 3 കോളം റെസിപ്റ്റ് കോളം ഉണ്ടായിരിക്കും, ഇഷ്യൂ കോളം ഉണ്ടായിരിക്കും, ദെൻ ബാലൻസ് കോളം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തത് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ബാലൻസ് 1 lakh ആണ്. 1 lakh അറ്റ് ദ റേറ്റ് ഓഫ് ₹3 ആണ് ബാലൻസ് ഉള്ളത്. ഇനി ജൂൺ 1 പർച്ചേസസ് നടത്തി അല്ലേ? ജൂൺ 1 പർച്ചേസസ് നടത്തി. അപ്പോൾ എത്രയാണ്? 2 lakh ആണ്. 2 lakh അതിൻ്റെ വില എന്ന് പറയുന്നത് 2.85 ആണ്. അപ്പോൾ അന്നത്തെ ബാലൻസ് എത്ര ഉണ്ടായിരിക്കാം? 1 lakh വന്നു, അതിൻ്റെ കൂടെ 2 lakh അറ്റ് ദ റേറ്റ് ഓഫ് 2.85 കൂടെ വന്നു. ഇനി ജൂൺ 30 ഒരു പർച്ചേസ് നടത്തി. ആ ജൂൺ 30 പർച്ചേസ് എന്ന് പറയുന്നത് 1 lakh ആണ്. ആ ജൂൺ 30 നമ്മൾ കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. കാരണം ജൂൺ 30 ക്ലോസിംഗ് ഉള്ളത്. അപ്പോൾ ഈ ക്ലോസിംഗ് ചെയ്യുന്ന ഡേറ്റിൽ പർച്ചേസ് നടത്തിയപ്പോൾ അത് എപ്പോഴാണ് റിസീവ് ചെയ്തത് ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിനെ നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കൺസിഡർ ചെയ്യേണ്ട ആണ് നമ്മളുടെ ഒപ്പീനിയൻ. എന്തായാലും നമുക്ക് നോക്കാം. 1 lakh ഇപ്പോൾ അത് ഫിഫോ മെത്തേഡിൽ എഫക്റ്റ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ആദ്യം എടുത്തിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 lakh ആണ് അറ്റ് ദ റേറ്റ് ഓഫ് എത്ര രൂപയാണ്? 3.03 അപ്പോൾ ജൂൺ 30 ഇപ്പോൾ നമ്മുടെ ബാലൻസ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? 1 lakh 3 rupees, 2 lakh 2.85, പിന്നെ ഒരു 1 lakh അറ്റ് ദ റേറ്റ് ഓഫ് 3.03 ആണ് ഉണ്ടാവുക. പക്ഷേ ആക്ച്വലി ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് വന്നിട്ടുള്ളത്? 1,30,000. 1,30,000 അല്ല, 30,000. 1,30,000 ലിറ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും വരണം എന്നുണ്ടെങ്കിൽ മൊത്തം 2, 3, 4 ലക്ഷം ലിറ്റേഴ്സ് ആണ് എന്തുള്ളത്? 4 lakhs ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇഷ്യൂ എന്തോ നടന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളത് എത്രയാണ്? 1.3 ആണ്. അപ്പോൾ എത്രയാണ് ഇഷ്യൂ നടന്നിട്ടുള്ളത്? 4 ലക്ഷത്തിൽ നിന്നും 1,30,000 കുറച്ചിട്ടുണ്ടെങ്കിൽ 2,70,000 ഇഷ്യൂ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2,70,000 എത്ര റുപ്പീസിനായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആകുമ്പോൾ ഈ 2,70,000 നിന്ന് ആദ്യത്തെ 1 lakh പോവും. ഈ 1 lakh പോകും, അതായത് ₹3. ആദ്യത്തെ 1 lakh കംപ്ലീറ്റ് ആയിട്ട് പോകും. ദെൻ പിന്നെ ബാലൻസ് ഉള്ളത് 1,70,000 ആണ്. ഈ 1,70,000 2 ലക്ഷം ഉണ്ട്. അപ്പോൾ 1,70,000 നമുക്ക് ഇതിൽ നിന്ന് പോകും. ബാക്കി ഈ 2 ലക്ഷത്തിൽ എത്ര ഉണ്ടാവുക? 2,30,000 ബാലൻസ് ഉണ്ടാകും. പിന്നെ 1 ലക്ഷം നമുക്ക് ജൂൺ 30 പർച്ചേസ് ചെയ്തതുണ്ടായിരിക്കും. ഈ 30,000 വാല്യൂ എത്രയാണ്? 30,000 വാല്യൂ 2.85 ആണ്. 1 lakhന്റെ വാല്യൂ 3.03. ഇതാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക്. 1,30,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം. ആദ്യം വന്ന മെറ്റീരിയൽസ് ആദ്യം പോവുകയാണെങ്കിൽ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് പോകും. പിന്നെ അതിൻ്റെ ശേഷം ജൂൺ 1 വാങ്ങിയ 2 ലക്ഷത്തിൽ നിന്ന് 30,000 രൂപ പോകും. 30,000 അല്ല, 70,000 രൂപ പോകും. ബാക്കി
ബാക്കി നമുക്ക് എത്ര ഉണ്ടാകും? അവിടെ 30,000 ബാലൻസ് ഉണ്ടാകും. പിന്നെ ജൂൺ 30th വാങ്ങിയിട്ടുള്ള 1,00,000 രൂപ ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ 1,30,000 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? പിന്നെ FIFO മെത്തേഡ് പ്രകാരം 30,000 എത്ര റുപ്പീസിനാണ്? 30,000 അറ്റ് ദ റേറ്റ് ഓഫ് 2.85, പിന്നെ 1 lakh അറ്റ് ദ റേറ്റ് ഓഫ് 3.03. അപ്പോൾ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30,000 ഇൻറ്റു 2.85 എന്ന് പറയുമ്പോൾ 85,500. ഇവിടെ 1 lakh 3.3 എന്ന് പറയുമ്പോൾ 3,03,000. ടോട്ടൽ നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3,88,500 ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. ഇത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം വാല്യൂ ഓഫ് ഇൻവെൻറ്ററി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം എത്രയാണ് വാല്യൂ എന്നുള്ളത് നോക്കാം. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം എന്തൊക്കെയാണ് റൂള്? ലാസ്റ്റ് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ആദ്യം പോവുക. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ജൂൺ 30th വാങ്ങിയിട്ടുള്ള 1 lakh നമ്മൾ എടുക്കില്ല. കാരണം എന്താണ്? ഇത് ലാസ്റ്റ് വന്നതാണെങ്കിലും അത് ഇഷ്യൂ ചെയ്തതായിട്ട് കാണിക്കില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ ജൂൺ 1 ജൂൺ 30 ഇടയിലാണ് ഇഷ്യൂ നടന്നിട്ടുള്ളത്. എന്നാണ് ഇഷ്യൂ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജൂൺ 30th ക്ലോസിംഗ് എന്നുള്ളത് കൊണ്ട് ജൂൺ 30th വന്നിട്ടുള്ള പർച്ചേസസ് നമ്മൾ തൊടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലിഫോ മെത്തേഡ് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ലിഫോ മെത്തേഡ് പ്രകാരം ഇതേപോലെ തന്നെ റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്. ഇവിടെ ഇതേപോലെ 1 lakh ഉണ്ട്. എത്ര റുപ്പീസാണ്? 3 rupeesനാണ് ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുള്ളത്. ഇനി ജൂൺ 1 വാങ്ങിയിട്ടുള്ള 2 lakh അറ്റ് ദ റേറ്റ് ഓഫ് 2.85 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 lakh വന്നു, അറ്റ് ദ റേറ്റ് ഓഫ് 2.85 വന്നു. ഇനി 1 lakh അറ്റ് ദ റേറ്റ് ഓഫ് 3.03 ഉണ്ട്. ബാലൻസ് 1,30,000 ആണ് നമുക്ക് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഈ ഇതിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ 4 lakh നിന്ന് 1,30,000 കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 2,70,000 ആണുള്ളത്. പക്ഷേ ഈ 2,70,000 ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ 1 lakh നമ്മൾ തൊടില്ല. കാരണം ഇത് ജൂൺ 30th പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത് അവിടെ തന്നെ നിൽക്കും. ഇഷ്യൂ നടന്നിട്ടുള്ളത് ജൂൺ 1 ജൂൺ 30 ഇടയിലാണ്. അപ്പോൾ ഈ മൊത്തം നമുക്ക് എന്തൊക്കെയാണുള്ളത്? 1 lakh അറ്റ് ദ റേറ്റ് ഓഫ് ₹3 ഉണ്ട്, 2 lakh അറ്റ് ദ റേറ്റ് ഓഫ് ₹2.85 ഉണ്ട്. അപ്പോൾ ലിഫോ മെത്തേഡ് പ്രകാരം നമ്മൾ ഏതാണ് ആദ്യം എടുക്കുക? ആദ്യം 2 lakh എടുക്കും. 2,70,000 ആണ് ആദ്യം മൊത്തം വേണ്ടത്. അപ്പോൾ 2 lakh കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. എത്ര രൂപയ്ക്ക്? 2.85. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ ഈ 1 lakh നിന്ന് എത്ര എടുക്കും? 70,000 എടുക്കും. അപ്പോൾ 1 lakh 70,000 അറ്റ് ദ റേറ്റ് ഓഫ് ₹3 എടുത്തു. അപ്പോൾ എത്രയ്ക്കാണ് ഈ ബാലൻസ് ഉണ്ടാവുക? ഈ 1 lakh 30,000 ബാലൻസ് ഉണ്ടാകും. 30,000 അറ്റ് ദ റേറ്റ് ഓഫ് ₹3 ബാലൻസ് ഉണ്ടാകും. പിന്നെ നമ്മൾ ജൂൺ 30th വാങ്ങിയിട്ടുള്ള 1 lakh അറ്റ് ദ റേറ്റ് ഓഫ് ₹3.03 അതും ബാലൻസ് ഉണ്ടാകും. അപ്പോൾ ടോട്ടൽ നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലിഫോ മെത്തേഡ് പ്രകാരം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 30,000 അറ്റ് ദ റേറ്റ് ഓഫ് rupees എത്രയാണ് വരുന്നത്? അറ്റ് ദ റേറ്റ് ഓഫ് ₹3, അതായത് 90,000 വരും. പ്ലസ് 1 lakh at the rate of ₹3.03, that is 3,03,000. ടോട്ടൽ 3,93,000 ആയിരിക്കും വരിക. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് പ്രകാരം ലിഫോ മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത് 3,88,500 ആണ്. ലിഫോ മെത്തേഡ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത് 3,95,000 ആണ്. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ഇൻവെൻറ്ററി ഫസ്റ്റത്തെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എമൗണ്ട് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് CGS എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? CGS ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു CGS. ഇവിടെ നമുക്ക് 2 മെത്തേഡ് പ്രകാരവും കാണണം. അപ്പോൾ ഫിഫോ മെത്തേഡ് പ്രകാരം അതേപോലെ തന്നെ ലിഫോ മെത്തേഡ് പ്രകാരം കാണണം. അപ്പോൾ ഫിഫോ മെത്തേഡിൽ നോക്കാം എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh അറ്റ് ദ റേറ്റ് ഓഫ് ₹3, അതായത് 3 lakh. ഓക്കെ, ഇനി പർച്ചേസസ് എന്ന് പറയുന്നത് ജൂൺ 1 2 ലക്ഷം അറ്റ് ദ റേറ്റ് ഓഫ് 2.85, 1 ലക്ഷം അറ്റ് ദ റേറ്റ് ഓഫ് 3.03. ദാറ്റ് ഈസ് നമ്മൾക്കത് ചെയ്യണ സമയത്ത് എത്രയാണ് കിട്ടുക?
5,70,000 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതായത് 2 lakh ഇൻറ്റു 2.85 പ്ലസ് 1 lakh ഇൻറ്റു 3.03 ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുക 5,70,000 ആണ്. അപ്പോൾ പർച്ചേസസ് എന്ന് പറയുന്നത് 5,70,000. ഓക്കെ, 3 lakh ഓപ്പണിംഗ് സ്റ്റോക്ക്, 5,70,000 പർച്ചേസസ്. അപ്പോൾ മൊത്തം എത്ര നമുക്ക് കിട്ടും? 5,70,000 പ്ലസ് അത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3,03,000. ഇവിടെ ടോട്ടൽ വാല്യൂ കിട്ടുന്നത് 11,73,000. ടോട്ടൽ പർച്ചേസസ് എന്ന് പറയുന്നത് 13,73,000 ആണ്. സോ 11,73,000 പ്ലസ് 3 ലക്ഷം അത് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നൂടെ പറയാം. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കേസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഫിഫോ മെത്തേഡ് പ്രകാരം ആദ്യം നോക്കാം. ഫിഫോ മെത്തേഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 3, അതായത് 3 lakh പ്ലസ് പർച്ചേസസ് എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് പർച്ചേസസ് ജൂൺ 1 ജൂൺ 30 പർച്ചേസസ് ഉണ്ട്. ജൂൺ 1 2 lakh ഇൻറ്റു 2.85 നമുക്ക് ചെയ്യുമ്പോൾ 5,70,000 കിട്ടും. ഇവിടെ 1 lakh ഇൻറ്റു 3.03 ചെയ്യുമ്പോൾ 3,03,000 കിട്ടും. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പർച്ചേസസ് 5,70,000 പ്ലസ് 3,03,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂ 11,73,000 കിട്ടും. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് എന്ന് പറയുന്നത് 11,73,000. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 3,88,500 ആയിരുന്നു കിട്ടിയിരുന്നത്. അത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7,84,500 കിട്ടും. 7,84,500 കിട്ടും. ഇനി ഇത് ഫിഫോ മെത്തേഡിൽ. ഇനി നേരെ മറിച്ച് ലിഫോ മെത്തേഡിൽ എന്താ വ്യത്യാസമുള്ളത്? ലിഫോ മെത്തേഡിൽ വ്യത്യാസം ക്ലോസിംഗ് സ്റ്റോക്കിൽ മാത്രമാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് എല്ലാം സെയിം ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 11,73,000 ആണ് വാല്യൂ വരുന്നത്. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്? 3,93,000 ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 7,80,000. സോ ഫസ്റ്റ് ഇൻ ലിഫോ മെത്തേഡിൽ 7,80,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഫിഫോ മെത്തേഡിൽ 7,84,500 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ആൻസറും നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തത് പ്രോഫിറ്റ് ഓർ ലോസ് രണ്ട് മെത്തേഡ് പ്രകാരവും നമ്മൾ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരെ എത്തി. CGSനോട് കൂടെ നമുക്കിനി ഏതെങ്കിലും എക്സ്പെൻസസ് തന്നിട്ടുണ്ടോ? ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 25,000 ആണ്. ഈ 25,000 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഈ ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഫിഗർ നമുക്കറിയാം 9,45,000 ആണ്. അതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. അത് ഇനി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം നോക്കാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ എത്രയാണ് CGS വരുന്നത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൽ CGS എന്ന് പറയുന്നത് 7,84,500 ആണ്. അതിനോട് കൂടെ 25,000 ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 lakh ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം 8,09,500 എന്നുള്ളത് കിട്ടും. അതിൽ നിന്ന് അതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സെയിൽസ് വാല്യൂ 9,45,000. അപ്പോൾ 9,45,000 നിന്നും 8,09,500 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക 1,35,500. ഇതാണ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി ലിഫോ മെത്തേഡ് പ്രകാരം എന്താണ്? ലിഫോ മെത്തേഡ് പ്രകാരം നമുക്ക് സെയിൽസ് ഫിഗർ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം CGS എത്രയാണ്? 7,80,000 ആണ് CGS. 7,80,000 പ്ലസ് 25,000 നമുക്ക് കിട്ടുന്നത് 8,05,000 ആണ്. സോ ഈ 9,45,000 നിന്നും 8,05,000 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക 1,40,000 ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഫിഫോ മെത്തേഡിൽ 1,35,500 ലിഫോ മെത്തേഡിൽ 1,40,000. ഇതാണ് നമ്മൾ പറഞ്ഞത്. രണ്ട് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് രണ്ട് വ്യത്യസ്ത പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ റൈസിങ് സിറ്റുവേഷൻ ആണെങ്കിലും ഫോളിങ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഒന്നുകൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. Next problem. Prepare a stores ledger from the following transactions adopting weighted average method of pricing issues. At the end of each month, all the materials are valued at the cost of last delivery. ഓക്കെ, 2018 ഓഗസ്റ്റ് 1 ഓപ്പണിംഗ് ബാലൻസ് 50 യൂണിറ്റ്സ് 3. ഇത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. 5 ഇഷ്യൂഡ് ഔട്ട് ടു പ്രൊഡക്ഷൻ 2 യൂണിറ്റ്സ്, അതായത് 5-ാം തീയതി. 7-ാം തീയതി പർച്ചേസ്ഡ് 48 യൂണിറ്റ്സ് അറ്റ് 4. 9-ാം തീയതി ഇഷ്യൂഡ് ഔട്ട് 20 യൂണിറ്റ്സ് ടു പ്രൊഡക്ഷൻ. 19-ാം തീയതി പർച്ചേസ്ഡ് 76 യൂണിറ്റ്സ് അറ്റ് ₹3. ഇനി 24-ാം തീയതി റിസീവ്ഡ് ബാക്ക് ഇൻ ടു സ്റ്റോഴ്സ് 19 യൂണിറ്റ്സ് ഔട്ട് ഓഫ് 20 യൂണിറ്റ്സ് ഇഷ്യൂഡ് ഓൺ 9th ഓഗസ്റ്റ് 2018. നമുക്ക് സ്റ്റോറിലേക്ക് റിട്ടേൺ വന്നു. റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? റെസീപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. ദെൻ 27-ാം തീയതി ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ 10 യൂണിറ്റ്സ്. ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ 10 യൂണിറ്റ്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഓക്കെ, ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഔട്ട്പുട്ട് നമ്മൾ വെയ്റ്റഡ് ആവറേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ക്വാണ്ടിറ്റിയും റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്, എല്ലാ മാസവും അവസാനവും എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽസ് ആർ വാല്യൂഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറി. അതായത് എപ്പോഴാണോ ലാസ്റ്റ് ഡെലിവറി ഉണ്ടായിട്ടുള്ളത്, അതായത് ലാസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഡെലിവറി നമുക്ക് വന്നിട്ടുള്ളത് 2.5-നാണ്. അതായത് 19 ലാസ്റ്റ് ഡെലിവറി നമുക്ക് വന്നിട്ടുള്ളത് 19-ാം തീയതിയാണ്. അതായത് പർച്ചേസ്ഡ് 76 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 19-നല്ല, റിസീവ്ഡ് ബാക്ക് ഇൻ ടു സ്റ്റോഴ്സ്. റിസീവ്ഡ് ബാക്ക് ഇൻ ടു സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? അതും റെസിപ്റ്റാണ്. അത് 19 യൂണിറ്റ്സ് എത്ര റുപ്പീസിനാണ്? ഇഷ്യൂഡ് ഓൺ 9th ഓഗസ്റ്റ്. 9th ഓഗസ്റ്റിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള 9th ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ 9th നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 20 യൂണിറ്റ്സ് ആണ്. ഈ 20 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തത് എത്ര റുപ്പീസിനാണോ ആ റുപ്പീസിന് തന്നെയാണ് നമ്മൾ റിസീവ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അത് നമ്മൾക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ റേറ്റിനായിരിക്കണം, ഇത് എത്ര രൂപയ്ക്കാണോ ആ റേറ്റിനായിരിക്കണം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ വെയ്റ്റഡ് ആവറേജ് സ്റ്റോക്ക് മെത്തേഡിൻ്റെ നമ്മൾ ഇത് വരയ്ക്കാം. അതിൽ നമുക്കറിയാം റെസിപ്റ്റ്, ഇഷ്യൂ, പിന്നെ ബാലൻസ്. റെസിപ്റ്റിലൊക്കെ നമുക്ക് 3 കോളുണ്ട്: ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. ഇവിടെയും ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. പക്ഷേ ഇവിടെ മാത്രം എന്തുള്ള ക്വാണ്ടിറ്റിയും എമൗണ്ടും മാത്രം, ക്വാണ്ടിറ്റി, എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻസും നോക്കാം. 1-ാം തീയതി ഉള്ള ട്രാൻസാക്ഷൻ ഓപ്പണിംഗ് ബാലൻസ് ആണ്, 50 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 50 അറ്റ് ദ റേറ്റ് ഓഫ് 3 ആണ്. അപ്പോൾ 150 വന്നു. ഇനി 5-ാം തീയതി എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇഷ്യൂ ആണുള്ളത്. പ്രൊഡക്ഷൻ 2 യൂണിറ്റ്സ്, 2 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ യൂണിറ്റ്സിന് ഇഷ്യൂഡ് ഔട്ട് ടു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 2 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്യൂവിൽ നമ്മളത് റെക്കോർഡ് ചെയ്യണം, 2 യൂണിറ്റ്സ്. അപ്പോൾ എത്ര റുപ്പീസിനാണ്? 3 രൂപയ്ക്ക് തന്നെയാണുള്ളത്. അപ്പം 3 6
ആറാണ് എമൗണ്ട് വരിക. ദെൻ 7-ാം തീയതി പർച്ചേസ്ഡ് 48 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹4. 7-ാം തീയതി നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ 48 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ 192 വരും. അപ്പോൾ അന്നേ ദിവസം ബാലൻസ് നമുക്ക് എന്താ ഉണ്ടാവുക? ബാലൻസിൽ നമുക്ക് ഉണ്ടാവുക ടോട്ടൽ 48ഉം ഇവിടെ നമുക്ക് ഇഷ്യൂ വന്നപ്പോൾ ഈ ദിവസം 5-ാം തീയതി ബാലൻസ് ഉണ്ടാവുക എന്തായിരിക്കും? 50-ൽ നിന്നും 2 പോയി, ബാക്കി 48. 150-ൽ നിന്ന് 6 പോയി, ബാക്കി നമുക്ക് 144 ഉണ്ടായിരിക്കുക. ഇനി 7-ാം തീയതി ബാലൻസ് നമുക്ക് എന്താ ഉണ്ടാവുക? ഈ 48 അതിനോട് കൂടെ ഈ 48ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 96 വന്നു. 96 ഇനി റുപ്പീസ് നോക്കുകയാണെങ്കിൽ 144 പ്ലസ് 192 വരും. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 336 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ 9-ാം തീയതി ഇഷ്യൂ ചെയ്യുന്നത് 20 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 20 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര റുപ്പീസിനാണ്? അത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 336 ഡിവൈഡഡ് ബൈ 96. 336 ഡിവൈഡഡ് ബൈ 96 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ഓക്കെ, അപ്പോൾ നമ്മൾ ഇഷ്യൂ റെസിപ്റ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്. അതിൽ ഓപ്പണിംഗ് ബാലൻസ് 50 അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പി എത്രയാണ് വരുന്നത്? 150 ആണ് വരുന്നത്. ഇനി 5-ാം തീയതി നമുക്ക് ഇഷ്യൂ എത്രയാണ് പർച്ചേസ് ചെയ്തിട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്? 2 ക്വാണ്ടിറ്റിയാണ് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണ് നമുക്കിവിടെ വരുന്ന അതേ ബാലൻസ്. അതായത് എത്ര റുപ്പീസിനാണ് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 150 ഡിവൈഡഡ് ബൈ 50, അതായത് 3. അപ്പോൾ 3 രൂപയ്ക്ക് 3 2 6. ദെൻ ഇവിടെ ബാലൻസ് വരെ നമുക്ക് 48 യൂണിറ്റ്സ് ആയിരിക്കും. 48 യൂണിറ്റ്സ് അപ്പോൾ എത്ര രൂപയ്ക്ക് എന്നുള്ളത് എങ്ങനെയാണ് കാണുക? 150-ൽ നിന്നും 6 പോകും, അതായത് 144. ഇനി 7-ാം തീയതി നമുക്ക് ഒരു പർച്ചേസ് ഉണ്ടായിട്ടുണ്ട്. അതായത് 48 അറ്റ് ദ റേറ്റ് ഓഫ് 4 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 192 ആണ് നമുക്കിവിടെ കിട്ടിയ എമൗണ്ട്. 192. അന്ന് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബാലൻസ് എത്ര ഉണ്ടായിരിക്കും? ഈ 48ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 96 യൂണിറ്റ്സ് ഉണ്ടാകും. എമൗണ്ട് 144 പ്ലസ് 192, അതായത് 336 ആയിരിക്കും വരിക. ഇനി 9-ാം തീയതി ഇഷ്യൂ നടന്നിട്ടുണ്ട്. ഇഷ്യൂ നടന്നത് എത്രയാണ്? 20 യൂണിറ്റ്സ് ആണ്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 336 ഡിവൈഡഡ് ബൈ 96, അതായത് അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുക 3.5 ആണ്. അപ്പോൾ ഇവിടെ 20 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 3.50 നമുക്ക് കിട്ടും. അതായത് ഇവിടെ 70 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഇവിടെ നമുക്ക് ബാലൻസിൽ എത്ര ഉണ്ടാവുക? ഈ 96-ൽ നിന്നും 20 പോകും, ബാക്കി 76 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ബാലൻസ് 336-ൽ നിന്ന് 70 പോകും, ബാക്കി 266 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് 19-ാം തീയതിയുള്ള ട്രാൻസാക്ഷൻ. 19-ാം തീയതി പർച്ചേസ്ഡ് 76 യൂണിറ്റ്സ് 76 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹3 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ടോട്ടൽ നമുക്കിവിടെ ബാലൻസ് വരിക 228 ബാലൻസ് വരും. അന്ന് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. സോ നമുക്ക് ബാലൻസിൽ എന്തുണ്ടാകും? 76 പ്ലസ് 76 വരും, അതായത് 152 ആയിരിക്കും നമുക്ക് ടോട്ടൽ ബാലൻസ് വരിക. എമൗണ്ട് എന്ന് പറയുന്നത് 494 വരും. ഓക്കെ, ഇനി അടുത്തത് 19 കഴിഞ്ഞ 24-ാം തീയതിയാണ് സ്പെഷ്യൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. അതായത് റിസീവ്ഡ് ബാക്ക് 20 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തതിൽ 19 യൂണിറ്റ്സും തിരിച്ചു വന്നു. അതായത് 9-ാം തീയതി നമ്മൾ 20 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. 20 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്ത് എത്ര രൂപയ്ക്കാണ്? 3.50. അപ്പോൾ അത് തിരിച്ചു വന്നപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം? റെസീറ്റിൽ കാണിക്കണം. അപ്പോൾ 19 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് എത്ര രൂപയ്ക്കാണ് കാണിക്കേണ്ടത്? 3.50. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് കിട്ടുക 66.50 ആയിരിക്കും ഇവിടെ നമുക്ക് എമൗണ്ട് കിട്ടുക റെസീറ്റ്. അന്ന് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. സോ നമുക്ക് ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് 171 യൂണിറ്റ്സ് നമുക്ക് ഇവിടെ ബാലൻസ് കിട്ടും. എമൗണ്ട് എന്ന് പറയുന്നത് 494 പ്ലസ് 66.50 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 560.50 ആയിരിക്കും അന്നത്തെ ബാലൻസ്. ഇനി 24-ാം തീയതി കഴിഞ്ഞ് 27-ാം തീയതി ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഇഷ്യൂ ആണ് ഉണ്ടായിട്ടുള്ളത്. ഇഷ്യൂ എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. ഈ 10 യൂണിറ്റ്സ് അപ്പോൾ എത്രയ്ക്കായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? 560.50 ഡിവൈഡഡ് ബൈ 171. അത് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടും, അവിടെ 3.27 ആണ് കിട്ടുക. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 32.78 കിട്ടും. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ബാലൻസിൽ എന്താണ് വരിക? 161 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ? 527.72
സോ 527.72 ആണ് എന്ത് ശരിക്കും ഒരു നോർമൽ കേസിൽ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ് 161 യൂണിറ്റ്സ് ആണ് അറ്റ് ദ റേറ്റ് ഓഫ് എത്രയാണ് റുപ്പീസ് വരുന്നത് 52527.72 ആണ് എമൗണ്ട് വരേണ്ടിയിരുന്നത്. പക്ഷേ എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ഓൾ ദ മെറ്റീരിയൽസ് ആർ വാല്യൂഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറി. ലാസ്റ്റ് ഡെലിവറി വന്നിട്ടുള്ളത് നമുക്ക് എന്നാണ് 27-ാം തീയതി റിസീവ്ഡ് ബാക്ക് ചെയ്തിട്ടുണ്ട്. എത്ര റുപ്പീസിനാണ്? 3.50. അതാണ് ലാസ്റ്റ് ഡെലിവറി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 3.50ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത്. അതായത് 161 ഇൻറ്റു 3.50 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് കിട്ടുക 563.50 ആണ്. അതാണ് നമുക്ക് ആക്ച്വൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടുക. പക്ഷേ ഈ വാല്യൂയും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ നമ്മളവിടെ എന്ത് ചെയ്യും? ഈ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസിനെ സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയായിരിക്കും എഴുതേണ്ടി വരിക? റെസിപ്റ്റ് സൈഡിലാണ് എഴുതുക. കാരണം ഈ വാല്യൂ ചെറുതാണ്, 527.72നേക്കാളും കൂടുതലാണ് നമ്മളിപ്പോൾ വാല്യൂ ചെയ്തിട്ടുള്ള 563 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാലൻസിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ എൻ്റർ ചെയ്യണം? റെസീറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. സോ റെസീറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്താണ് എൻ്റർ ചെയ്യേണ്ടത്? 31st എന്നുള്ള ഡേറ്റിലാണ് നമ്മൾ എൻ്റർ ചെയ്യുക. എന്തെന്ന് പറഞ്ഞിട്ടാണ് എൻ്റർ ചെയ്യുക? സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 31 റെസീപ്റ്റ് സൈഡിൽ എഴുതണം. റേറ്റ് കോളത്തിൽ ഒന്നും എഴുതണ്ട. എമൗണ്ട് കോളത്തിൽ എത്ര എഴുതണം? എത്രയാണോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് 563.50 മൈനസ് 527.72 ബാലൻസ് വരുന്ന 35.78 ആയിരിക്കും ബാലൻസ് വരിക. ഇതാണ് നമ്മൾ സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ലാസ്റ്റ് ഡേയിലുള്ള ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ഒന്ന് ഞാൻ എഴുതി കാണിച്ചു തരാം. അതായത് 31st എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുക? അപ്പോൾ 31st മുന്നേ 27th എങ്ങനെയായിരിക്കും നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടാവുക? 161. ഇവിടെ എമൗണ്ടിൽ എത്രയായിരിക്കും ഉണ്ടാവുക? 527.72 ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ 31st നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ അറ്റ് ലാസ്റ്റ് ഡേറ്റിൻ്റെ പിന്നെ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. അതായത് 161 യൂണിറ്റ്സ് 563.50 ആണ് നമുക്ക് വാല്യൂ വരിക. ഈ ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? റെസീറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. സോ റെസീറ്റ് സൈഡിൽ നമുക്ക് 3 കോളങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അതിൽ ക്വാണ്ടിറ്റി എന്നുള്ളതിൽ നമ്മൾ എഴുതണം എന്ത്? സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. റേറ്റിലൊന്നും എഴുതണ്ട. എമൗണ്ടിൽ ഈ ബാലൻസ് എത്രയാണോ വരുന്നത് എഴുതണം. അതായത് 35.78 എന്നുള്ളത് എഴുതണം. ഇഷ്യൂലൊന്നുമില്ല. അപ്പോൾ ബാലൻസ് നമുക്ക് എത്ര കിട്ടും? 161.50. ഇത്രയാണ് ബാലൻസ് വരിക. ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ജസ്റ്റ് ഈ മാറ്റേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, ഈ ഒരു സെൻറ്റൻസ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് ഓൾ ദ മെറ്റീരിയൽസ് ആർ വാല്യൂഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡെലിവറി എന്ന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലം എവിടെ വെച്ച് അവസാനിക്കും? ഇവിടെ വെച്ച് അവസാനിക്കും. അതായത് നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 161 ക്വാണ്ടിറ്റിയാണ്. 527.72 എന്നുള്ളതാണ് നമ്മളുടെ ബാലൻസ് ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. A consignment consists of 2 chemicals M and N. The invoice gave the following data. Chemical M 8000 kg at the rate of 5 per kg. 40,000 ആണ് എമൗണ്ട്. കെമിക്കൽ എൻ 6400 അറ്റ് റേറ്റ് ഓഫ് 6.50, എമൗണ്ട് 41,600. സെയിൽസ് ടാക്സ് 3264. റെയിൽവേ ഫ്രൈറ്റ് 1536. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 86,400 ആണ്. ഇനി a shortage of 400 kg of M and 256 kg in N noticed due to breakage. What is the stock rate you would adopt for pricing issue assuming a provision of 5% towards the loss? So ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 2 കെമിക്കൽസ്, 2 മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ട്, എമ്മും എന്നും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്?
ഷോർട്ടേജ് ഓഫ് 400ഉം 256ഉം ഉണ്ട്. എന്നിട്ട് സ്റ്റോക്ക് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോക്ക് റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോക്ക് റേറ്റ് യു വുഡ് അഡോപ്റ്റ് ഫോർ പ്രൈസിങ് ഇഷ്യൂ അസ്യൂമിങ് എ പ്രൊവിഷൻ ഓഫ് 5% ടുവേഴ്സ് ദ ലോസ്. ആ ഒരു 5% ലോസും കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എം എന്ന് പറയുന്ന പ്രോഡക്റ്റും ഉണ്ട്, എൻ എന്ന് പറയുന്ന പ്രോഡക്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐറ്റംസ് നോക്കാം. ഐറ്റംസിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ എന്താണ്? ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ട് ഇല്ലേ? ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? എമ്മിൻ്റെ കേസിൽ ഇൻവോയ്സ് പ്രൈസ് 40,000. ദെൻ എന്നിൻ്റെ കേസിൽ 41,600 ആണ് ഇൻവോയ്സ് പ്രൈസ്. ഇനി സെയിൽസ് ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് കൂടെ ആഡ് ചെയ്യണം. സെയിൽസ് ടാക്സ് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? സെയിൽസ് ടാക്സ് ഈസ് ഈക്വൽ ടു 3264. ടോട്ടൽ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതായത് എമ്മിനും എന്നിനും കൂടെ 3264 ആണ്. സോ ഈ സെയിൽസ് ടാക്സിനെ നമ്മൾ എമ്മിനും എന്നിനും വേണ്ടി ഡിവൈഡ് ചെയ്യണം. എന്ത് ബേസിലാണ് ഡിവൈഡ് ചെയ്യുക? ഇൻവോയ്സ് പ്രൈസിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്യുക. സോ ഇൻവോയ്സ് പ്രൈസിൻ്റെ ബേസിൽ എന്ന് പറയുമ്പോൾ 40,000 ഈസ് ടു 41,600. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ 3264 ഇൻറ്റു ആദ്യത്തെ കേസിൽ 40,000 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 81,000. ഇതിനൊന്നും കൂടെ ഷോർട്ട് ആക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് 1600. ദെൻ രണ്ടാമത്തെ കേസിൽ 3264 ഇൻറ്റു 41,600 ഡിവൈഡഡ് ബൈ 81,600. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് 1664 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് റെയിൽവേ ഫ്രൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ റെയിൽവേക്ക് കൊണ്ടുവരുമ്പോൾ വേണ്ട എക്സ്പെൻസസ്. ഈ റെയിൽവേ ഫ്രൈറ്റ് നമുക്ക് ഇതേപോലെ ടോട്ടൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 1536. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. രണ്ടിനും എമ്മിനും എന്നിനും വേണ്ടി ഡിവൈഡ് ചെയ്യുക. റെയിൽവേ എന്ന് പറയുന്നത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ കൊണ്ടുവരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഐറ്റംസ് നമുക്ക് എന്തൊക്കെയാണോ തരണത് അത് നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിക്കുക. എന്തിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഇവരെ ഡിവൈഡ് ചെയ്യുക? അതായത് ഒരേ മെറ്റീരിയൽ, രണ്ട് മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ രണ്ട് മെറ്റീരിയലിന് സെയിൽസ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എന്തിൻ്റെ ബേസിലായിരിക്കും? പ്രൈസിൻ്റെ ബേസിലായിരിക്കും. പക്ഷേ ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റീൻ്റെ ബേസിലാണ്. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കെമിക്കൽ എം 8,000ഉം കെമിക്കൽ എൻ 6,400ഉം ആണുള്ളത്. അപ്പോൾ ഈ 1536 ഇതേപോലെ 1536 ഇൻറ്റു 8,000 ഡിവൈഡഡ് ബൈ അതിന് നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ കിട്ടുക? 1,14,400 കിട്ടും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എമൗണ്ട് 852. ഇവിടെ 1536 ഇൻറ്റു 6,400 ഡിവൈഡഡ് ബൈ 14,400. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 684 കിട്ടും. സോ ഇത്രയുമാണ് ടോട്ടൽ കോസ്റ്റിൽ വരുന്നത്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കൂട്ടുമ്പോൾ 42,452 കിട്ടും. ഇവിടെ 43,948 കിട്ടും. ഓക്കെ, ഇതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെയിറ്റ് നോക്കാം. വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളോട് ടോട്ടൽ കോസ്റ്റ് പെർ kg ആണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. വെയിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ 8,000 ആണ്, രണ്ടാമത്തെ കേസിൽ 6,400 ആണ് നമുക്കറിയാം. പക്ഷേ വെയിറ്റിൽ നമുക്കിവിടെ ലോസ് ഉണ്ടെന്ന് പറഞ്ഞു. എത്രയാണ് ഷോർട്ടേജ്? ഇവിടെ 400, ഇവിടെ എത്ര ഷോർട്ടേജ് ഉള്ള? 256. സോ ഈ കേസിൽ ടോട്ടൽ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 7,600. ഇവിടെ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 6,144. നിങ്ങൾ ചെയ്ത് നോക്കുക. 6,144. സോ നമുക്ക് കോസ്റ്റ് പെർ കിലോഗ്രാം കാണണം. സോ കോസ്റ്റ് പെർ കിലോഗ്രാം എമ്മിൻ്റെയും എന്നിൻ്റെയും കോസ്റ്റ് പെർ kg എന്നുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വെയിറ്റ്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ കേസിൽ 42,452 ഡിവൈഡഡ് ബൈ 42,452 ഡിവൈഡഡ് ബൈ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 7,600 ആയിരുന്നു. ഇവിടെ 43,948 ഡിവൈഡഡ് ബൈ ഇവിടെ നെറ്റ് 6,144 ആണ്. സോ ഇവിടെ കോസ്റ്റ് പെർ കിലോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ 5.58, ഇവിടെ 7.15.
ഓക്കെ, ഇതാണ് നമുക്ക് നമ്മളുടെ ആൻസർ. പക്ഷേ ഇവിടെ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അസ്യൂമിങ് എ പ്രൊവിഷൻ ഓഫ് 5% ടുവേഴ്സ് ദ ലോസ്. നമ്മൾ 5% കൂടെ ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കോസ്റ്റിനോട് കൂടെ നമ്മൾ ലോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോസ്റ്റിൻ്റെ വാല്യൂ ഒന്നും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് പ്രൊവിഷൻ ഫോർ ഫർദർ ലോസ്. പ്രൊവിഷൻ ഫോർ ഫർദർ ലോസ് എത്രയാണെന്നുള്ളത് ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഫർദർ ലോസ് എത്രയാണ് വരുന്നത്? 5% ആണ്. അപ്പോൾ 5.58ൻ്റെ 5% എന്ന് പറയുന്നത് 0.28. ഇവിടെ 7.15ൻ്റെ 7.51ൻ്റെ 5% എന്ന് പറയുന്നത് 0.36 ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 5.86, ഇവിടെ 7.51. ഇതാണ് നമ്മളുടെ ആൻസർ.